ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു മനഃശാസ്ത്ര കഥയാണ്. അതിൻ്റെ പേര് ഫ്രോയിഡിയൻ സ്ലിപ്പ്. നമ്മുടെ നാവ് പിഴച്ചാൽ സംഭവിക്കുന്ന കാര്യമാണ് പറയുമ്പോൾ. അതായത് വർക്കല കോളേജിൻ്റെ യൂണിയൻ ഉദ്ഘാടനം നടക്കാൻ പോകുക. ആ സമയത്ത് കുട്ടികൾ ഒരു അതിഥിയെ ക്ഷണിച്ചു. അതിഥിയുടെ പേര് പ്രൊഫസർ വെള്ളായൻ. അയാൾ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ കോളേജിൽ വേണ്ട സന്നാഹങ്ങളെല്ലാം ഒരുക്കി, പന്തലുകളും തോരണങ്ങളെല്ലാം അണിഞ്ഞു. ഓഡിറ്റോറിയത്തിൽ കുട്ടികളൊന്ന് നിറഞ്ഞു. അങ്ങനെ ഉദ്ഘാടകനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം കുട്ടികൾ ഒരു കാറിൽ വെള്ളായണിക്ക് തിരിച്ചു. അങ്ങനെ അവർ ഇത്ര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഈ അധ്യക്ഷനായിട്ട് വന്നു. പ്രിൻസിപ്പാൾ അന്ന് സത്യദാസ് നേരത്തെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. സത്യദാസ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്ന് വർക്കല കോളേജിലെ പ്രിൻസിപ്പൾ. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടുമാണ് ഈ പ്രൊഫസർ വെള്ളായണിയുടെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അങ്ങനെ ഇയാൾ വന്ന അപ്പോൾ അന്ന് വേറൊരു സംഭവം നടക്കുന്നത് വെച്ചാൽ അന്ന് വെള്ളായണി പരമെന്നും പറഞ്ഞ് സിനിമ നടക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ കുട്ടികളും മനസ്സിന് മുഴുവൻ വെള്ളായണി പരമെന്നുള്ള ഒരു പ്രതിധ്വനി ഉണ്ടായിരുന്നു. അവർ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു, വെള്ളായണി പരമം. ഇപ്പോൾ അധ്യക്ഷൻ വന്നപ്പോഴും കുട്ടികൾ ഏറ്റുപാടിക്കൊണ്ട് അങ്ങനെ മുദ്രാവാക്യം വിളിമ്പകളൊക്കെ ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ അധ്യക്ഷൻ പോയിരുന്ന് കുറച്ച് കഴിഞ്ഞ് പ്രിൻസിപ്പാളായിട്ട് ഈ ഓഡിറ്റോറിയത്തിൽ വന്നു. അപ്പോഴും പിള്ളേർ വെള്ളായണി എന്ന് ആർത്ത് ഉല്ലസിക്കുകയാണ്, ആർത്തടച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനം സൈഡിൽ നിന്ന് അധ്യാപകർ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ നിശബ്ദമായിരിക്കുക, അദ്ദേഹം നല്ല മിടുക്കനാണ്, ഒരുപാട് പാണ്ഡിത്യമുള്ള ആളാണ്, ഒരുപാട് ഡിഗ്രികളും MA PhD 2-3 PhD ക്വാളിഫിക്കേഷനുള്ള ആളാണ്. ആദ്യം സുന്ദരമായിട്ട് അയാൾ സംസാരിക്കും, നല്ല സ്ഫുടവും രസകരമായിട്ടുള്ള സംസാരമായിരിക്കും, നിങ്ങളത് കേൾക്കാൻ നോക്ക്. അപ്പോൾ നിങ്ങൾ ചൂയിക്കൊണ്ടിരുന്ന അവർക്കത് സംസാരിക്കാൻ പറ്റില്ല, പൊയ്ക്കളയും പിണങ്ങി നിങ്ങൾ പറഞ്ഞ കുട്ടികൾ ശാന്തരായി. ശരി, അപ്പോൾ നമുക്ക് പ്രസംഗം കടഞ്ഞ് ഇനി വേണ്ട, ഇനി വെള്ളായണി പരമെന്നും പറഞ്ഞ് വിളിച്ച് പറയണ്ട. അങ്ങനെ ഇയാളെ സ്വാഗതം ചെയ്യണമല്ലോ. പ്രിൻസിപ്പൾ സ്വാഗതം ചെയ്യാൻ വേണ്ടി മൈക്കിൻ്റെ മുന്നിൽ വന്നു. മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ പ്രൊഫസർ വെള്ളായണിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ചു. അയാൾക്ക് ഒരുപാട് ഡിഗ്രികളുണ്ട്, അയാൾക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അയാളൊരു യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു മഹാപണ്ഡിതനാണ്. അതെല്ലാം അങ്ങ് പറഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് ഇന്ന് ഈ കോളേജിലേക്ക് ഇദ്ദേഹത്തിന് ഒരു അതിഥിയെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു മഹാപണ്ഡിതനെ ഇതുപോലത്തെ ഒരു വിദ്യാലയത്തിലേക്ക് ഇതിൻ്റെ യൂണിയൻ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുട്ടികളുടെ പേരിലും ഈ കോളേജ് യൂണിയൻ്റെ പേരിലും ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം അർപ്പിക്കുകയാണ് എൻ്റെ കടമ. അതിലേക്ക് ഞാൻ കടക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയും കോളേജിന് വേണ്ടിയും യൂണിയന് വേണ്ടിയും ഞാൻ വെള്ളായണി പരമനെ സ്വാഗതം ചെയ്യും. ഇത് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ബോംബ് പൊട്ടി പോലെ. പ്രിൻസിപ്പാളിന് മനസ്സിലായില്ല എന്താണ് കുട്ടികൾ പറയുന്നത്. പക്ഷേ ഓഡിറ്റോറിയം മുഴുവൻ തന്നെ മറിയാണ്, കുട്ടികൾ മറിയാണ്, അവിടെ കരയ്ക്ക് മറിക്കുകയാണ്. പക്ഷേ ആ സമയത്തും അധ്യക്ഷൻ അതേ സമയത്ത് കേട്ടിട്ട് ശുഭിതനായി സ്റ്റേജിൽ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ പ്രിൻസിപ്പാൾ ശുദ്ധനായ അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താണ് നാം പറഞ്ഞത്. എന്തെങ്കിലും കുഴപ്പമുണ്ട് അതൊന്നും അറിഞ്ഞൂടാ, എന്താണ് കാര്യമൊന്നും അറിഞ്ഞൂടാ. ഈ പ്രൊഫസർ വെള്ളായനെ സ്വാഗതം ചെയ്തു. പ്രൊഫസർ മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ആദ്യം പറഞ്ഞത്, ഇതേപോലെ വിവരം കേട്ട പ്രിൻസിപ്പൾമാർ ലോകത്തുണ്ടാവില്ല, ഇതിന് ബുദ്ധിയില്ലേ, വിവരമില്ലേ, ഒരു അതിഥിയെ വിളിച്ചു വരുത്തി ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, കുട്ടികളെ ഇളക്കി വിടുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അയാൾ ആദ്യം ഒരു പറ്റം ഇയാൾക്കെതിരെ വിമർശനങ്ങൾ തൊടുത്തുവിട്ട് അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ ലോ പിച്ചിൽ അയാൾ സാഹിത്യ
ത്തെക്കുറിച്ച് സംസാരിച്ച് അത് ഹൈ പിച്ചിലോട്ട് വന്ന് അത് പിന്നീട് ഒരു കൊടുങ്കാറ്റ് പോലെ ഉയർന്ന് അത് താഴോട്ട് മന്നം ഒഴുകി അത് ഒരു കായലിൽ ഒരു ഒരു നദി ഒഴുകിപ്പോയി ചേരുന്ന രാഘവത്തോടെ വന്നു ചേർന്നു. കുട്ടികളെല്ലാം വളരെയേറെ സന്തോഷത്തോടെ കൈയടിച്ച് അദ്ദേഹത്തെ സന്തോഷത്തോടെ അയാൾ തിരിച്ചയക്കുകയുണ്ടായി. പക്ഷേ ഈ പ്രിൻസിപ്പാളിനെ അയാൾ പോയിട്ടും അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് വായുന്ന നാവുപിഴ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അയാൾ അറിഞ്ഞിട്ടില്ലത്. ഇതാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നത്.